മീര ഭാഗം 2. സിസ്റ്റർ തെരേസയുടെ കൈകൾ മീരയുടെ കയ്യിൽ മുറുകി. കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകളാൽ മനസ്സ് വേദനിച്ചപ്പോൾ ഒരു നിമിഷം മനുഷ്യസഹജമായ വികാരം പിടിമുറുക്കിയെങ്കിലും പെട്ടെന്ന് തന്നെ ആത്മസംയമനം വീണ്ടെടുത്ത് ഇരുന്നിടത്തേക്ക് തന്നെ അവൾ ഒരു തളർച്ചയോടെയിരുന്നു. മിരിയുടെ അപ്പനായതുകൊണ്ട് ഇറങ്ങിപ്പോകാൻ ഞാൻ പറയുന്നില്ല. പക്ഷേ മേലാൽ എൻ്റെ അമ്മയ്ക്കെതിരെ എന്തെങ്കിലും ശബ്ദിച്ചാൽ ഈ അലോഷി വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. എൻ്റെ അപ്പൻ അദ്ദേഹം ആരാണെന്ന് എനിക്കറിയേണ്ട. എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയുടെ മകനാണ് ഞാൻ. ഒരു ഗർജനത്തോടെ തുടങ്ങിയ അലോഷിയുടെ വാക്കുകൾ ഇടറി നിന്നു. അലോഷി, ഒരു മകൻ്റെ വികാരങ്ങൾ എനിക്ക് മനസ്സിലാക്കാനാകും. പക്ഷേ എൻ്റെ മകൾ ഇനി ജീവിക്കേണ്ടത് നിനക്കൊപ്പമാണ്, അതും ഈ സ്ത്രീയോടൊപ്പം. അപ്പോൾ അവളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് ഒരപ്പൻ എന്ന നിലയിൽ എൻ്റെ കടമയല്ലേ? ചൂണ്ടിക്കാണിക്കാൻ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ അവർ ഉത്തരം പറയും. ഒരാൾ മാത്രമാണെങ്കിൽ. ഇടയ്ക്കൊന്ന് നിർത്തി ആൽബി അത് പറയുമ്പോൾ മീര ഞെട്ടലോടെ അയാളെ ഒന്ന് നോക്കി. ഷട്ട് യുവർ ഡേർട്ടി മൗത്ത്. അലോഷിയുടെ ശബ്ദം ഒരു സ്ഫോടനം പോലെ ഉയർന്നു. മിലി, വിവാഹത്തിന് മുൻപ് തന്നെ ഞാൻ എല്ലാം പറഞ്ഞിട്ടുള്ളതല്ലേ. എൻ്റെ അമ്മ എനിക്ക് ദൈവത്തെ പോലെയാണ്. എൻ്റെ അമ്മയെ വേദനിപ്പിക്കുന്ന വാക്കുകൾ ആര് പറഞ്ഞാലും ഞാനത് സഹിക്കില്ല. ഇപ്പോൾ തോന്നുക ഈ വിവാഹവും നീയും ഒന്നും അലോഷിയുടെ ജീവിതത്തിൽ വേണ്ടായിരുന്നുവെന്ന്. എനിക്കെൻ്റെ അമ്മ മാത്രം മതി, വേറെ ആരും വേണ്ട. നിന്റെ ഡാഡിയോട് ഇറങ്ങിപ്പോകാൻ പറ, അല്ലെങ്കിൽ ഡാഡിയോടൊപ്പം പോകണമെങ്കിൽ നിനക്കും പോകാം. അലോഷിയുടെ വാക്കുകൾക്ക് കണ്ണീരിൻ്റെ നനവുണ്ടായിരുന്നു. അലോഷി, ഈ യാത്രയിൽ ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോകാനല്ല ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് വന്നത്. സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും നിനക്കൊപ്പമായിരിക്കും എൻ്റെ ജീവിതം. അതിനുവേണ്ടി എന്തും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്, അതെൻ്റെ ഡാഡിയാണെങ്കിലും. മിലി അലോഷിയുടെ കൈകളെ മുറുകെ പിടിച്ചു. അങ്ങനെ പറയാൻ വരട്ടെ. ഇതുവരെ തീരുമാനങ്ങളെല്ലാം നിന്റേതായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് നീ അനുസരിക്കും, അല്ലെങ്കിൽ അനുസരിപ്പിക്കാൻ എനിക്കറിയാം. ആൽബിയുടെ വാക്കുകളിൽ എവിടെയൊക്കെ ഒരു പരിഹാസ ചുവയുണ്ടായിരുന്നു. മിലി പറഞ്ഞത് കേട്ടല്ലോ. ബലം പ്രയോഗിച്ച് അനുസരിപ്പിച്ചു കൊണ്ടുപോകാൻ അവൾ നിങ്ങളുടെ മകൾ മാത്രമല്ല, എൻ്റെ ഭാര്യയും കൂടിയാണ്. ഡാഡി, ഇനി ഒരക്ഷരം മിണ്ടാതെ ഇറങ്ങിപ്പോയിക്കൊള്ളണം. അപ്പനെ തല്ലിയ മകൾ എന്ന പേര് എനിക്ക് വാങ്ങിത്തരരുത്. അലോഷിയുടെ വാക്കുകൾക്ക് പുറകെ മിലി പുറത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ പോകാൻ വന്നതല്ല ഈ ആൽബി. ആൽബി, നിങ്ങളുടെ വാക്കുകൾ അതിര് കടക്കുന്നു. ഇത്രയും നേരം നിങ്ങളെ സംസാരിക്കാൻ അനുവദിച്ചത് തന്നെ മിലിയുടെ ഡാഡിയാണ് എന്ന ഒറ്റ പരിഗണന കൊണ്ട് മാത്രമാണ്. യാതൊരു അടിസ്ഥാനവുമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് മീരയെ പോലെ ഒരു പെണ്ണിന്റെ അഭിമാനത്തിന് വില പറയാൻ നിങ്ങൾക്ക് നാണമില്ലല്ലോ. അവളെ ആർക്കും മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാകും. അവൾ എൻ്റെ കുട്ടിയാണ്. അത് പറയുമ്പോൾ സിസ്റ്ററിന്റെ ശരീരം വിറച്ചു. അവർ പിടിച്ചു നിൽക്കാൻ നന്നേ പാടുപെടുന്നുണ്ടായിരുന്നു. കഷ്ടം തന്നെ, ഇവരെ അറിയാൻ പോലും. ഇവളെപ്പോലുള്ളവരെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? അവളുടെ യാത്രകളിൽ നിങ്ങളും കൂടെ ഉണ്ടായിരുന്നോ? ആട്ടിൻ തോലടിഞ്ഞ ചെന്നായിയെപ്പറ്റി ബൈബിളിൽ പോലും പറയുന്നുണ്ടല്ലോ. അതുപോലെ ഒരു ചെന്നായിയാണ് സിസ്റ്ററിന്റെ മുൻപിലുള്ള മീര എന്ന അലോഷിയുടെ മമ്മി. ആൽബിയുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്ന ഉറപ്പ് സിസ്റ്ററിന്റെ നാവിനെ ബന്ധിച്ചു. മീര, നീ ഇനിയും പ്രതികരിക്കാതിരിക്കുന്നത് ശരിയല്ല. നിന്റെ സ്വഭാവശുദ്ധിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നീ പ്രതികരിക്കാതിരുന്നാൽ നിന്റെ നഷ്ടങ്ങൾ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ നീ സംസാരിക്കണം. ഇയാളുടെ നാവിന് കഴിഞ്ഞാനിട്ട് ഇയാളെ ആട്ടിയിറക്കാൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. സിസ്റ്റർ കത്തി ജ്വലിച്ചു. അവർ പ്രതികരിക്കില്ല സിസ്റ്റർ. അവരുടെ സ്വഭാവത്തെ പറ്റി ഏറ്റവും നന്നായി അറിയാവുന്നത് അവർക്ക് തന്നെയാണല്ലോ. ഒന്ന് നിർത്തിയിട്ട് ആൽബി തുടർന്നു പറയാൻ തുടങ്ങി. ഈ കാണുന്ന സമ്പാദ്യമെല്ലാം മീരയുടേതാണെന്ന് സിസ്റ്റർ പറയുന്നുണ്ടല്ലോ. വെറും 5 വർഷം കൊണ്ട് അവൾ ഇത്രയേറെ സമ്പാദ്യങ്ങൾ എങ്ങനെയുണ്ടാക്കി? എന്തായാലും നേരായ രീതിയിൽ ജോലി ചെയ്ത് ആർക്കും ഇത്രയൊന്നും സമ്പാദിക്കാനാകില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാ ആ മാജിക് നടന്നതെന്ന് ഒന്ന് ചോദിച്ചു നോക്ക്. 15 വർഷക്കാലം അറബി നാട്ടിലും 5 വർഷക്കാലം ഇവൾ ജോലി ചെയ്ത അതേ സ്ഥലത്തും ജോലി ചെയ്ത ഒരാളാണ് ഞാൻ. എന്നിട്ടും എനിക്ക് സമ്പാദിക്കാനായത് ഇതിൻ്റെ പകുതി മാത്രമാണ്. ആൽബിയുടെ വാക്കുകൾ അവിടെ വല്ലാത്ത നിശബ്ദത പരത്തി. മീര. പാറ പോലെ അനങ്ങാതിരിക്കുന്ന മീരയെ സിസ്റ്റർ വേദനയോടെ വിളിച്ചു. ഇല്ല സിസ്റ്റർ, അവർ ഒന്നിനും ഉത്തരം പറയില്ല. നിങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന മീര ആയിരുന്നില്ല വിദേശത്ത്. സ്വന്തം ശരീരം വിറ്റ് പണമാക്കിയ ഇവളെപ്പോലുള്ളവർക്ക് ഉത്തരമുണ്ടാകില്ല. ആൽബിയുടെ അവസാന വാക്കുകൾ ഒരസ്ത്രം പോലെ അലോഷിയുടെ ഹൃദയത്തെ കീറി മുറിച്ചു.
അവൻ ഞെട്ടലോടെ അമ്മയെ നോക്കി. അമ്മേ, അമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? എന്തെങ്കിലും ഒന്ന് പറ. ഇയാൾ പറഞ്ഞതൊക്കെ കേട്ടില്ലേ? ഒരു പ്രതിമയെപ്പോലെ എവിടേക്കോ നോക്കിയിരുന്ന മീരയെ കുലുക്കി വിളിച്ചുകൊണ്ട് അലോഷി ചോദിച്ചു. ഡാഡി, ഇത്രയ്ക്കൊന്നും ക്രൂരമായി സംസാരിക്കരുത്. നിങ്ങൾ കളിക്കുന്നത് എൻ്റെ ജീവിതം വെച്ചാണ്. അതെങ്കിലും ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാ. മിലി വല്ലാതെ ഒച്ച വെച്ചു. മോനെ അലോഷി, എനിക്ക് നിങ്ങളെ പിരിക്കണമെന്നില്ല. പക്ഷേ ഈ സ്ത്രീയുള്ള ഈ വീട്ടിൽ എൻ്റെ മകളെ നിർത്താനാകില്ലെന്ന് പറഞ്ഞു എന്ന് മാത്രം. ഒന്നെങ്കിൽ ഇവർ ഇവിടെ നിന്നും പോകണം, അതല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്നും മാറണം. എന്തായാലും തീരുമാനം അത് നിന്റേതാണ്. ആൽബി ഒരു കുറുക്കൻ്റെ കൗശലത്തോടെ പറഞ്ഞു. ഡാഡി, ഇത്രയൊക്കെ ദ്രോഹിക്കാനും മാത്രം എൻ്റെ അമ്മ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? എൻ്റെ അമ്മയുടെ സ്വഭാവശുദ്ധിയെ മാത്രം നിങ്ങൾ സംശയിക്കരുത്. ഈ ലോകത്തിൽ എൻ്റെ അമ്മയിലും പരിശുദ്ധിയായി ഒരാളുണ്ടാകില്ല. എൻ്റെ ക്ഷമയെ പരീക്ഷിക്കാതെ ഇറങ്ങിപ്പോകണം. അലോഷി അപേക്ഷിക്കുന്നത് പോലെ പറഞ്ഞു. മോനെ, ഒരു മകനും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ് നീ കേട്ടത്. എന്നാലും എന്നെ നീ മനസ്സിലാക്കണം. ഞാൻ ഒരു നുണയും പറഞ്ഞിട്ടില്ല. പിഴച്ചു നടക്കുന്ന ഇവരെ പോലൊരു സ്ത്രീക്കൊപ്പം എൻ്റെ മകളെ ജീവിക്കാൻ വിട്ടാൽ ഒരുപക്ഷെ നാളെ അവളെയും വിറ്റ് ബംഗ്ലാവുകൾ വാങ്ങിക്കൂട്ടാൻ നിന്റെ അമ്മ മടി കാണിക്കില്ല. ആൽബിയുടെ വാക്കുകൾ തീമഴയായി പെയ്തിറങ്ങി. സ്റ്റോപ്പ് ഇറ്റ് മിസ്റ്റർ ആൽബർട്ട്. എന്തും വിളിച്ചു പോവാമെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ തെറ്റിപ്പോയി. ആരും ചോദിക്കാനും പറയാനുമില്ലാത്ത ഒരു സ്ത്രീയെപ്പറ്റി എന്തും പറയാമെന്നാണോ? അവൾക്ക് ആരുമില്ലെന്ന് നിങ്ങൾ കരുതരുത്. അവൾക്ക് ഞാനുണ്ട്. ഇനി ഒരക്ഷരം ശബ്ദിച്ചാൽ എൻ്റെ കൈകൾ അത് നിന്റെ മുഖത്ത് പതിയും. ഇപ്പോൾ ഇറങ്ങിക്കൊള്ളണം ഈ വീട്ടിൽ നിന്നും. അതുവരെ നിശബ്ദയായിരുന്ന സിസ്റ്റർ പെൺപുലിയെ പോലെ കുതിച്ചു ചാടി. അയാൾക്ക് പറയാനുള്ളതെല്ലാം അയാൾ പറയട്ടെ സിസ്റ്റർ. ഇവനെ പോലെ ആണും പെണ്ണും കെട്ട ഒരുത്തൻ്റെ മകളാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് മിലിയെ വിവാഹം കഴിക്കാൻ ഞാൻ എൻ്റെ മകന് അനുവാദം കൊടുത്തത്. അപ്പൻ ചെയ്യുന്ന തെറ്റുകൾക്ക് എന്തിനാ മക്കളെ ശിക്ഷിക്കുന്നത്? ഇനി എത്ര ജന്മങ്ങൾ ജനിച്ചു വന്നാലും നീ ആഗ്രഹിക്കുന്ന ഒന്നും നടക്കില്ല ആൽബി. എൻ്റെ മകൻ അലോഷി അവൻ ഒറ്റ തന്തയ്ക്ക് പിറന്നവൻ തന്നെയാണ്. അല്ലാതെ നിന്നെപ്പോലെ പല തന്തയ്ക്കല്ല അവൻ പിറന്നത്. എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ മകന് ആ വെളിപ്പെടുത്തൽ ആവശ്യമാണെന്ന് തോന്നിയാൽ അന്ന് ഞാൻ അതവനോട് പറഞ്ഞോളാം. പക്ഷേ അതൊരിക്കലും നിങ്ങളുടെ കൺമുമ്പിലാകില്ല. അതുവരെ നിശബ്ദയായിരുന്ന മീരിയിൽ നിന്നും വാക്കുകൾ പെരുവെള്ളം പോലെ പുറത്തേക്ക് വന്നു. കിടന്ന് നെകളിക്കാതെടി. നിന്റെ ഈ മകനെ കണ്ടിട്ടാണോ നീ അഹങ്കരിക്കുന്നത്? നീ എന്നെ ആട്ടിയിറക്കും മുൻപ് നിന്റെ തനി നിറം ഇവർക്ക് മുൻപിൽ ഞാൻ തുറന്നു കാട്ടും. വൃത്തികെട്ട തേവിടിശി. ആൽബർട്ട് മുരണ്ടു. ആൽബി, മൈൻഡ് യുവർ വേർഡ്സ്. നീ സംസാരിക്കുന്നത് നിന്റെ ഭാര്യയോടല്ല, മകളോടല്ല, നിനക്ക് തികച്ചും അന്യായ ഒരു സ്ത്രീയോടാണ് എന്ന് നീ മറന്നു പോകുന്നു. അവരോട് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി മാന്യതയാകാം. നിങ്ങളുടെ താലി ഈ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങളുടെ വാക്കുകളുടെ വൃത്തികേടുകൾ സഹിക്കുന്ന എന്നെ പോലെ അവരെ കണക്ക് കൂട്ടണ്ട. ഭർത്താവിനെ വേറൊരു സ്ത്രീ തല്ലുന്നത് കണ്ടു നിൽക്കേണ്ടല്ലോ എന്നോർത്ത് പറഞ്ഞു പോകുന്നതാ. ആൽബിയുടെ ഭാര്യ നിയന്ത്രണം നഷ്ടപ്പെട്ടുകൊണ്ട് പറഞ്ഞു. എൻ്റെ അമ്മ പറഞ്ഞത് കേട്ടല്ലോ. ഇനി ഒരു നിമിഷം പോലും നിങ്ങൾ ഇവിടെ നിൽക്കരുത്. ഞങ്ങൾക്കിടയിൽ നിങ്ങളുടെ വാക്കുകൾക്ക് സ്ഥാനമില്ല. അലോഷിയുടെ വാക്കുകളിലെ തളർച്ച മനസ്സിലാക്കി ആൽബി ഉള്ളിൽ ഊറിച്ചിരിച്ചു. ഡാഡി, ദയവ് ചെയ്ത് എൻ്റെ ജീവിതം ഇല്ലാതാക്കാതെ ഇറങ്ങിപ്പോകണം. എൻ്റെ അമ്മയിലും എനിക്കിഷ്ടം എൻ്റെ മീര അമ്മയാണ്. കഴിഞ്ഞ കുറേയേറെ വർഷങ്ങൾ ആ അമ്മയുടെ വിശുദ്ധി നേരിട്ട് കണ്ടു ബോധിച്ചവളാണ് ഞാൻ. സ്വർഗത്തിലെ അമ്മയെപ്പോലെ വിശുദ്ധി നിറഞ്ഞതാണ് അവരുടെ ജീവിതം. ദൈവവിശ്വാസത്തിലും സ്നേഹത്തിലും മുന്നിൽ നിൽക്കുന്ന ഇവരെപ്പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആ നാവ് മരണത്തിന് മുൻപേ പുഴുത്തു പോകും. ഓർമ്മയുണ്ടാകണം. മിലിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയെ ഒഴുകി. ആൽബി, പ്ലീസ്, ഇനി ഇവിടെ നിൽക്കരുത്. സിസ്റ്റർ തെരേസ അയാൾക്ക് നേരെ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. ശരി, ഞാൻ പൊയ്ക്കോളാം. അതിനു മുൻപ് എനിക്ക് ചില തെളിവുകൾ നിങ്ങളെ കാണിക്കാനുണ്ട്. അത് കണ്ടാലെങ്കിലും ഒരുപക്ഷെ നിങ്ങൾക്ക് വിശ്വാസമായേക്കും. അയാളുടെ വാക്കുകൾ കേട്ടപ്പോൾ മീരയിൽ എന്തെന്നില്ലാത്ത ഞെട്ടലുണ്ടായി. എന്ത് തെളിവുകൾ? എന്തായാലും ഇത്രയൊക്കെ നടന്ന സ്ഥിതിക്ക് അതുകൂടി കാണിച്ചിട്ട് പൊയ്ക്കോ. എന്തായാലും ഞാൻ ഒരിക്കലും നിങ്ങളുടെ തെളിവുകളെ വിശ്വസിക്കാൻ തയ്യാറല്ല. എനിക്കറിയാവുന്ന മീര അവൾ ഒരിക്കലും തെറ്റ് ചെയ്യില്ല. സിസ്റ്റർ തെരേസയിൽ നിന്നും ആ വാക്കുകൾ പുറത്തേക്ക് വന്നപ്പോൾ മീര ഞെട്ടലോടെ അവരെ നോക്കി. അവളുടെ ആ ഞെട്ടൽ അലോഷി വ്യക്തമായി കാണുകയും ചെയ്തു. വേണ്ട ഡാഡി, എൻ്റെ അമ്മയെ വിശ്വസിക്കാൻ എനിക്കൊരു തെളിവുകളുടെയും ആവശ്യമില്ല. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും എനിക്കത് കാണുകയും വേണ്ട. എൻ്റെ അമ്മ എന്നിൽ നിന്നും എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും നന്മയുണ്ടാകും.
എൻ്റെ അമ്മയെ എനിക്ക് വിശ്വാസമാണ്, എന്നോളം തന്നെ. അലോഷി അല്പം ഭയത്തോടെയാണ് അത് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാകുന്നേ? ഇനിയിപ്പോൾ അത് കാണിക്കാതിരുന്നാൽ ഞാൻ കള്ളനാകും. അതുകൊണ്ട് തന്നെ എനിക്ക് ആ തെളിവുകൾ നിങ്ങളെ കാണിച്ചേ പറ്റൂ. അത് പറഞ്ഞുകൊണ്ട് ആൽബി എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. എല്ലാവരുടെയും ഹൃദയമിടിപ്പുകൾ പുറത്തു കേൾക്കത്തക്ക വിധം നിശബ്ദമായിരുന്നു പിന്നീടുള്ള നിമിഷങ്ങൾ. ദാ നോക്ക്, നിങ്ങൾ എത്ര നേരവും വാഴ്ത്തിപ്പാടിയ മീരയുടെ യഥാർത്ഥ മുഖം. കയ്യിലിരുന്ന ലാപ്ടോപ്പ് എല്ലാവരുടെയും മുൻപിലേക്ക് തുറന്നു വെച്ച് ആൽബി അലറി. ആ കാഴ്ച കണ്ട സിസ്റ്റർ വല്ലാത്ത പരവേശത്തോടെ നെഞ്ചിൽ കൈവച്ച് വെറും നിലത്തേക്ക് തളർന്നിരുന്നു. അമ്മേ, എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? അലോഷിയുടെ ചോദ്യം ഒരു സുദർശന ചക്രം പോലെ തനിക്ക് നേരെ പാഞ്ഞു വരുന്നത് കണ്ട മീര എന്ത് ചെയ്യണമെന്നറിയാതെ തരിച്ചിരുന്നു. എന്തായിരിക്കും ആ ലാപ്പിലുള്ളത്? മീര സ്വയം ചോദിച്ചു. അതിൻ്റെ ഉത്തരമെന്നോണം അലോഷി ആ ഫോട്ടോ അവൾക്ക് നേരെ തിരിച്ചു. 2 പുരുഷന്മാർക്ക് നടുവിൽ നിറവയറുമായി നടന്നു വരുന്ന തൻ്റെ രൂപം. ആ കാഴ്ചയിലേക്ക് നോക്കിയ മീരയ്ക്ക് തല കറങ്ങും പോലെ തോന്നി. അവൾ വിറയലോടെ എവിടെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. അവൾ ദയനീയമായി അലോഷിയെ നോക്കി. ആ കണ്ണുകളിൽ ഇരമ്പുന്ന കടൽ കാണാനാകാതെ അവൾ തല കുനിച്ചു. പരാജയപ്പെട്ടു പോയൊരു സ്ത്രീയുടെ മനസ്സിന്റെ വേദനകളുടെ കൂമ്പാരത്തിൽ ആരും അറിയാതെ കുഴിച്ചുമൂടിയ തൻ്റെ ഏറ്റവും വലിയ വേദനകളിലൊന്ന്. ഈ ലോകം മുഴുവൻ അറിഞ്ഞാലും ഒരിക്കലും തൻ്റെ മകൻ അറിയരുതെന്ന് ആഗ്രഹിച്ച ആ മഹാരഹസ്യം. ഈശ്വര, നിനക്ക് പരീക്ഷിച്ച് മതിയായില്ലേ? ഇത്രയൊക്കെ ശിക്ഷിക്കപ്പെടാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നെഞ്ചുപൊട്ടി ദൈവത്തോട് ചോദിക്കുമ്പോൾ ആ വലിയ ശക്തിക്കും മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. മീര, ഈ ചോദ്യങ്ങൾക്കെല്ലാം നിനക്ക് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. ഇനി നിനക്ക് ഒഴിഞ്ഞു മാറാനാകില്ല. എനിക്ക് നിന്നെ സഹായിക്കാനും. ദൈവം വളരെ ശാന്തമായി തന്നോട് പറയുന്നത് പോലെ അവൾക്ക് തോന്നി. ആൽബിയുടെ വരവിൽ തന്നെ ദുസ്സൂചനകൾ തോന്നിയിരുന്നു. കുറച്ചുകൂടി കരുതലോടെ ഇരിക്കേണ്ടിയിരുന്നു. പക്ഷേ ഇത് തൻ്റെ കരുതലിൻ്റെ കുറവാണെന്ന് പറയാനാകില്ല. എവിടൊക്കെ പോയി ഒളിച്ചാലും ആൽബി അവൻ തന്നെ തേടിയെത്തും. ഇനിയെല്ലാം നേരിടുക, അതുമാത്രമാണ് തൻ്റെ മുൻപിലുള്ള വഴി. നിശബ്ദമായ ആ നിമിഷത്തിൽ മീര തൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുകയായിരുന്നു. ആ ഫോട്ടോ അതെങ്ങനെ? മീരയുടെ ചിന്തകൾ കാട് കയറി. മറന്നിട്ടില്ലെങ്കിലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കുറേയേറെ കാര്യങ്ങൾ അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയി. ഇപ്പോൾ എന്തായി? ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ തിന്നാൻ വരികയായിരുന്നല്ലോ. ഇപ്പോഴെന്താ ആരുമൊന്നും മിണ്ടാത്തത്? നിങ്ങൾ പറയുന്ന പരമപരിശുദ്ധയായ മീരയ്ക്ക് ആരും അറിയാതെ ഇങ്ങനെയൊരു ഗർഭം ചുമക്കേണ്ടി വന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തായാലും നമുക്ക് ഊഹിക്കാവുന്നത് മാത്രം. എല്ലാത്തിൻ്റെയും ഉത്തരം ഇവൾ തന്നെ പറയട്ടെ. ഇവന്മാരിൽ ഏതവനാടി നിന്റെ കാമുകൻ? ഒരുത്തനെ ഉള്ളോ അതോ 2 പേരും കൂടിയാണോ നിനക്ക് ഗർഭമുണ്ടാക്കി തന്നത്? ചിലപ്പോൾ വയറ്റിലുള്ളതിൻ്റെ തന്ത ആരാണെന്ന് നിനക്ക് പോലും അറിയില്ലായിരിക്കും അല്ലേ? ആൽബി കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകൾ കൊണ്ട് മീരയെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. മീര തിരിഞ്ഞ് അലോഷിയെ നോക്കി. ആൽബിയുടെ വാക്കുകൾ അവൻ്റെ ഹൃദയം തകർത്ത് കളഞ്ഞിരിക്കുന്നു. ഇന്നീ നിമിഷം വരെ ഒന്ന് നുള്ളി നോവിക്കുക പോലും ചെയ്യാത്ത തൻ്റെ മകന് താൻ സമ്മാനിച്ച വേദന ഇത്രമേൽ കഠിനമായി പോയല്ലോ. അവൾ ഒരു പരാജിതയെപ്പോലെ തലകുനിച്ചിരുന്നു. എന്താ അലോഷി നീയൊന്നും പറയാത്തത്? പരമപരിശുദ്ധയായ നിന്റെ അമ്മയോട് തന്നെ ചോദിക്ക്, എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥമെന്ന്. ആൽബി ആ ഫോട്ടോ അലോഷിയുടെ മുന്നിലേക്ക് ഒന്നുകൂടി നീക്കി വെച്ചുകൊണ്ട് അട്ടഹസിക്കുന്നത് പോലെ പറഞ്ഞു. മോളെ, എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? സിസ്റ്റർ ഹൃദയവേദനയോടെ ചോദിച്ചു. ഒന്നിനും ഉത്തരം പറയാനാകാതെ മീര അതേ ഇരിപ്പ് തുടർന്നു. എന്തായാലും ആ നിറവയറിനുള്ളിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നല്ലോ. അങ്ങനെയെങ്കിൽ അതെവിടെ? അതിനെയും ഒരുപക്ഷെ ഇവൾ കൊന്നു തള്ളിക്കാണും. പരമപരിശുദ്ധിയുടെ മുഖം മൂടി അഴിഞ്ഞു വീഴാതിരിക്കാൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ദുഷ്ടയാണ് ഈ സ്ത്രീ. ആൽബിയുടെ വാക്കുകൾ കേട്ടപ്പോൾ മീരയുടെ കൈകൾ അവൾ അറിയാതെ തന്നെ ഉദരത്തിലേക്ക് നീങ്ങി. ഒരു കുഞ്ഞു കരച്ചിൽ എവിടെ നിന്നോ ഉയർന്നു കേൾക്കുന്നു. ചുവന്നു തൊടുത്ത ഒരു മുഖം മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ എന്തെന്നില്ലാത്ത വേദനയാൽ അവൾ പുളഞ്ഞു. മാതൃസ്നേഹത്തിൻ്റെ പറ്റാത്ത ഉറവ അവളിൽ നിന്നും പേമാരിയായി പെയ്തിറങ്ങി. അമ്മേ, എന്തൊക്കെയാ ഞാൻ ഈ കാണുന്നത്? അപ്പോൾ എന്നെ വളർത്താനായി അമ്മ ചെയ്ത ജോലി ഇതായിരുന്നോ? പണത്തിനു വേണ്ടി വ്യഭിചാരം ചെയ്യാൻ പോലും മടിയില്ലാത്തവരാണോ നിങ്ങൾ? ആ കുഞ്ഞെവിടെ? അതിനെ എന്നെ ഏൽപ്പിച്ച ഞാൻ പൊന്നുപോലും നോക്കിയേനെ. നിങ്ങൾ എവിടെയാണ് അതിനെ കൊണ്ടു കളഞ്ഞത്? ഈശോയെ, ഈ പാപക്കറകളൊക്കെ ഞാൻ എവിടെ കൊണ്ടുപോയിട്ടാ ഒന്ന് കഴുകി കളയുക? നിങ്ങൾ ചെയ്ത തെറ്റുകളുടെ ഫലമാണല്ലോ ഈ നിൽക്കുന്ന അലോഷി എന്നോർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ലജ്ജ തോന്നുന്നു.
നിറകണ്ണുകളോടെ അലോഷിയിൽ നിന്നും വാക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ മീര ശബ്ദം നഷ്ടപ്പെട്ടവളെ പോലെ ആ ഇരിപ്പ് തുടർന്നു. അമ്മേ, എന്തിനാ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? എൻ്റെ പപ്പ പറയുന്നതെല്ലാം നുണയാണെന്ന് ഒരു വാക്ക് പറ പ്ലീസ്. ഞാൻ അറിയുന്ന എൻ്റെ മീരയമ്മയ്ക്ക് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാനാകില്ല. മിലി കരഞ്ഞുകൊണ്ട് മീരയെ പിടിച്ചു കുലുക്കി. മിലി, വേണ്ട, ഇനി അവരോടൊന്നും ചോദിക്കണ്ട. ഇതെൻ്റെ അമ്മയല്ല. എനിക്ക് നന്മ തിന്മകൾ പറഞ്ഞു തന്ന എൻ്റെ അമ്മ ഒരിക്കലും ആരുടെയും മുൻപിൽ തല കുനിച്ചിരിക്കില്ല. ഇവരുടെ ഈ ഇരിപ്പിൽ തന്നെയുണ്ട് എല്ലാ ഉത്തരവും. ജന്മം തന്ന് വളർത്തി വലുതാക്കി എന്നെപ്പോലും ചതിക്കാൻ മടിയില്ലാത്ത ഇവർക്ക് നിന്നെയും സ്നേഹിക്കാനാകില്ല. എല്ലാം അഭിനയം മാത്രമാണ്. അലോഷിയുടെ ശബ്ദമിടറി. മോനെ, ഞാൻ... മീര മകൻ്റെ തോളിലേക്ക് കൈവച്ചുകൊണ്ട് എന്തോ പറയാനായി ശ്രമിച്ചു. ഇനി നിങ്ങൾ എന്നെ അങ്ങനെ വിളിക്കരുത്. ഇതുപോലൊരു സ്ത്രീ എൻ്റെ അമ്മയാണെന്ന് പറയാൻ ഞാനിപ്പോൾ ലജ്ജിക്കുന്നു. ഈ നിമിഷത്തിനപ്പുറം നിങ്ങൾക്ക് ഇങ്ങനൊരു മകനില്ല. ഇങ്ങനെ നിങ്ങൾ സമ്പാദിച്ചു കൂട്ടിയതൊന്നും എനിക്ക് വേണ്ട. അവളുടെ കൈകളെ തട്ടിമാറ്റിക്കൊണ്ട് കണ്ണീരണിഞ്ഞ മുഖത്തോടെ മകനത് പറയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ പകച്ചു നിന്നു. മോനെ, ഈ ഒരു രാത്രി സിസ്റ്ററിന് തരണം. എൻ്റെ ഉള്ളിലും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിനൊക്കെ ഉത്തരം തരേണ്ടത് നിന്റെ അമ്മയാണ്. അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം എന്താ വേണ്ടതെന്ന്. ഈ അമ്മ നിന്നെ പ്രസവിച്ചു എന്നേ ഉള്ളൂ. വളർത്തിയതും ഇത്ര വലുതാക്കിയതും ഞാനാണ്. അത് മറക്കണ്ട. അതുകൊണ്ട് ഞാൻ പറയുന്നത് എൻ്റെ മോൻ അനുസരിക്കണം. സിസ്റ്റർ തെരേസയുടെ ശബ്ദം നന്നേ തളർന്നിരുന്നു. മീര തുടരും. കൂട്ടുകാരെ, അടുത്ത ഭാഗവുമായി നാളെ കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.